മുന്നറിയിപ്പുകളൊന്നും ആ സ്ഥലത്ത് നൽകിയിരുന്നില്ല എന്നാണ് അവിടുത്തെ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ശാസ്ത്രജ്ഞ എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കാരണം സംസ്ഥാന പരിസ്ഥിതി ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നോ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നോ ഒന്നും ഇവർക്ക് യാതൊരു അറിയിപ്പും നൽകിയിരുന്നില്ല എന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് പുന്നപ്പുഴയുടെ മുകൾ ഭാഗത്താണ് 2024 ഉരുൾപൊട്ടലുണ്ടായത്. ആ ഉരുൾപൊട്ടൽ ഉണ്ടായതിന് ശേഷം അതിൻ്റെ ഇരുവശത്തും അപകടാവസ്ഥയിലുള്ള മണ്ണും കല്ലും ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ശക്തമായ മഴ വരുമ്പോൾ അതിൽ കുറച്ച് ഭാഗം ഇടിഞ്ഞ് പുഴയിലേക്ക് വീഴുകയും അതിങ്ങനെ താഴോട്ട് ഒഴുകിപ്പോവുകയും ചെയ്യും. അത് ഉരുൾപൊട്ടലല്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ ഗോ നോ ഗോ സോൺ എന്നുള്ള ഒരു ഡിമാർക്കേഷൻ നടത്തിയിരുന്നു. അപ്പോൾ അതിനെ വേർതിരിച്ചപ്പോൾ അതിൻ്റെ ഡേഞ്ചറസ് ഏരിയ, അപകട സാധ്യതയുള്ള ഏരിയയെ കല്ലിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മാത്രമേ ഈ വെള്ളവും മണ്ണും വരികയുള്ളൂ. അതിന് പുറത്തേക്ക് വരത്തില്ല. അതിന് വെളിയിലുള്ള ഭാഗം സുരക്ഷിതമാണ്. പിന്നെ ഇപ്പോൾ മഴയുടെ തോത് പറയുന്നത് 100 മില്ലിമീറ്റർ എന്നാണ്. സാധാരണ രീതിയിൽ ഒരു 2 ദിവസത്തെ മഴ 300 മില്ലിമീറ്ററിന് മുകളിലാണെങ്കിലാണ് ഉരുൾപൊട്ടൽ സാധ്യതയുള്ളത്. അപ്പോൾ ഇതിപ്പം സാധ്യതയുടെ അത്ര ആയിട്ടില്ല, എന്നാൽ ശക്തമായ മഴയുമാണ്. അപ്പോൾ ഈ അറിയിപ്പുകളും മുൻകൂട്ടി ഇവർക്ക് കൊടുത്തില്ല എന്ന് പറയുന്നതിൽ അത്ര ശരിയല്ല. കാരണം വെള്ളരിമലയുടെ വടക്കോട്ടുള്ള ചരിവ് ഉരുൾപൊട്ടൽ മേഖലയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് ആ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരുവിധം അറിയുന്ന കാര്യം കൂടെയാണ്. പക്ഷെ അപ്പോഴും അവർക്ക് അറിയാമെങ്കിൽ കൂടിയും ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകേണ്ടതില്ലേ ആ പ്രദേശവാസികൾക്ക്? ഈ 300 മില്ലിലിറ്റർ മഴ എത്തുന്നതുവരെ കാത്തിരിക്കാതെ ഒരു ജാഗ്രതാ നിർദ്ദേശം, നിങ്ങൾ സുരക്ഷിതരായിരിക്കണം, ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം, അത്തരത്തിലൊരു സാധ്യത വിദൂരമായെങ്കിലും ഉണ്ട് എന്നൊരു മുന്നറിയിപ്പ്. അതെ, അത് വേണ്ടതാണ്. അതിനുള്ള കാലാവസ്ഥാ വ്യതിയാന വകുപ്പോ ദുരന്ത നിവാരണ അതോറിറ്റി അവിടുത്തെ മഴയുടെ ആ തോതെടുത്തിട്ട് നമുക്ക് അതിലേക്ക് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു വാച്ച് ചെയ്ത് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതാണ് സമയാസമയങ്ങളിൽ. ശരി, വളരെ നന്ദി ശ്രീ ജോൺ മത്തായി. വിവരങ്ങൾ പങ്കുവച്ചതിന് സെസം മുൻ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം.